ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഹൈറ്റ്സ് ഓഫ് ഹാർമോണി എന്ന് പറയുന്ന യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ. ബാക്കി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരു പോയമായിരുന്നു മെൽറ്റിംഗ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് യൂണിറ്റിലെ ഹൈറ്റ്സ് ഓഫ് ഹാർമോണിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അമിഗോ ബ്രദേഴ്സ് ബൈ പിരി തോമസ്. പിരി തോമസിൻ്റെ സ്റ്റോറിയാണ് അമിഗോ ബ്രദേഴ്സ്. അമിഗോ എന്നുള്ളത് ഒരു സ്പാനിഷ് വേർഡാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ഫ്രണ്ട്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ആണ് അമിഗോസ് എന്ന് പറഞ്ഞാൽ, ബ്രദേഴ്സ് എന്ന സഹോദരന്മാർ. അപ്പോൾ ഇവിടെ ഈ ടേം അമിഗോ ബ്രദേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളായ സഹോദരന്മാർ എന്നുള്ള ടേമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമിഗോ ബ്രദേഴ്സ് മീൻസ് സുഹൃത്തുക്കളായിട്ടുള്ള സഹോദരന്മാർ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പോലെയുള്ള സഹോദരന്മാർ എന്നാണ്. അപ്പോൾ പിരി തോമസിൻ്റെ അമിഗോ ബ്രദേഴ്സ് സ്റ്റോറിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പിരി തോമസിൻ്റെ പ്രൊഫൈൽ നോക്കാം. പിരി തോമസ് 1928 to 2011 was a writer and poet who memoir Down This Main Street become a best seller. അപ്പോൾ പിരി തോമസിൻ്റെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഓർമ്മക്കുറിപ്പാണ് ഡൗൺ ദിസ് മെയിൻ സ്ട്രീറ്റ്. ഓക്കെ, വൈൽ സ്പെൻഡിങ് 7 years in prison, Thomas reflected on the teaching of his mother and father and realized that a person is not born a criminal. 7 വർഷം പ്രിസണിലായിരുന്നു. ആ ടൈമിലാണ് റിയലൈസ് ചെയ്തത് ഫാദറിൻ്റെയും മദറും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ട്രൂ ആയിട്ടുള്ളത് എന്ന് ഫീൽ ചെയ്തു. എന്നിട്ട് മനസ്സിലാക്കി ആരും ക്രിമിനലായിട്ട് ജനിക്കുന്നതല്ല. Consequently, he decided to use his street and prison known how to reach at risk youth and to help them avoid a life of crime. അങ്ങനെ തനിക്ക് സ്ട്രീറ്റിൽ നിന്നും പ്രീസണിൽ നിന്നും കിട്ടിയ നോളേജിൽ നിന്നൊക്കെ ഇതാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് പുതിയ തലമുറയിൽ വരുന്ന അപകടങ്ങളിൽ പെടാൻ ചാൻസുള്ള യൂത്തുകളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ക്രൈമിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ട്. തോമസ് traveled around the US, Central America and Europe, giving lectures and conducting workshops in colleges and universities. അപ്പോൾ തോമസ് US, സെൻട്രൽ അമേരിക്ക, അതേപോലെ യൂറോപ്പ് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ ഈ കോളേജസിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പിരി തോമസിൻ്റെ പ്രൊഫൈൽ. ഇനി നമുക്ക് അമിഗോ ബ്രദേഴ്സിലോട്ട് കിടക്കാം. Before moving to chapter, read and reflect. The presence of a wall between orchards does ensure good relationship between neighbors. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ മെൻറ്റിംഗ് വോൾസിൽ പറഞ്ഞിരുന്നു നെയ്ബേഴ്സ് തമ്മിലുള്ള ബന്ധം നല്ലതാവാൻ നല്ലൊരു ഫെൻസ് വേണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ പോത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഈസ് ഇറ്റ് ദ ആക്ട് ഓഫ് ബിൽഡിംഗ് ദി വോൾ ഓർ അക്നോളജിങ് ദി നെയ്ബർ റിക്വസ്റ്റ് ദാറ്റ് റിയലി എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ്? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഇങ്ങനെ നമ്മൾ ഒരു മതിൽ നിർമ്മിച്ചതുകൊണ്ടാണോ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അതോ നമ്മളുടെ നെയ്ബറിനെ ശരിക്കും മനസ്സിലാക്കുന്നതുകൊണ്ടാണോ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു വി റിയലി നീഡ് വാൾസ്? നമുക്ക് ശരിക്കും ഒരു മതിലിൻ്റെ ആവശ്യമുണ്ടോ? ഷുഡിൻറ്റ് വി ഡെയർ ടു ഗോ ബിയോണ്ട് ദി ബൗണ്ടറീസ്? എപ്പോഴും നമ്മൾ അതിർത്തികളൊന്ന് കടക്കാൻ ശ്രമിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നൗ റീഡ് ഓൺ. ഇനി നമ്മളോട് കഥ വായിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അമിഗോ ബ്രദേഴ്സ് ബൈ പിരി തോമസ്. Antonio Cruz and Feliz Vargas were both 17 years old. അപ്പോൾ ഇത് ആരുടെ സ്റ്റോറിയാണ്? ആന്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗാസിൻ്റെയും. അവർ 17കാരാണ് കേട്ടോ. They were so together in friendship that they felt themselves to be brothers. അപ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം കൊണ്ട് അവർ ലൈക്ക് ബ്രദേഴ്സിനെ പോലെയാണ്, അവർക്ക് സഹോദരങ്ങളെ പോലെയാണ് അവർക്ക് ആ ഫ്രണ്ട്ഷിപ്പിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. They had known each other since childhood, growing up on the Lower East Side of Manhattan in the same building. അപ്പോൾ അവർ ചെറുപ്പകാലം മുതലേ ബാല്യകാലം മുതലേ അവർ തമ്മിൽ അറിയാം. അവർ സെയിം ബിൽഡിങ്ങിലായിരുന്നു വളർന്നിരുന്നത്.
Antonio was fair, lean and lanky, while Felix was dark, short and husky. അപ്പോൾ ആൻറ്റോണിയോ ഫെയർ ആണ്. ഫെയർ മീൻസ് വെളുത്തിട്ട്, ലീൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിട്ട്, ആൻഡ് ലാങ്കി എന്ന് വെച്ചാൽ ടാൾ, നീളം കൂടി. അപ്പോൾ വെളുത്ത് മെലിഞ്ഞ് നീളം കൂടിയ ഒരു വ്യക്തിയാണ് ആൻറ്റോണിയോ. ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഡാർക്ക് എന്ന് വെച്ചാൽ ഇരുണ്ടിട്ട്, ഷോർട്ട് നീളം കുറഞ്ഞിട്ട്, അതേപോലെ ഹസ്കി എന്ന് വെച്ചാൽ വെയിറ്റ്, നല്ല വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഫെലിക്സ്. ഫെലിക്സ് നല്ല വെയിറ്റ് ഉണ്ട്, ഡാർക്കാണ്, ഷോർട്ടാണ്. Then Antonio's hair was always falling over his eyes, while Felix wore his black hair in a natural afro style. അപ്പോൾ ആൻറ്റോണിയൻ്റെ ഹെയർ എപ്പോഴും മുമ്പിലിങ്ങനെ, മുഖത്തിൻ്റെ മുമ്പിലിങ്ങനെ, ഐസിൻ്റെ മുമ്പിലിങ്ങനെ ഫോൾ ചെയ്ത രീതിയിലാണ് ഉണ്ടാവാറ്. ഫെലിക്സിൻ്റെ എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഹെയർ ആണ്. Each youngsters had a dream of someday becoming a lightweight champion of the world. അപ്പോൾ രണ്ടു പേർക്കുമുള്ളൊരു ഡ്രീമാണ് ഈ ബോക്സിങ്ങിൽ ചാമ്പ്യൻ ആവണം, ലോക ചാമ്പ്യൻ ആവണം എന്നുള്ള ഡ്രീമുമായിട്ട് നടക്കുന്ന രണ്ട് യങ്സ്റ്റേഴ്സാണ്. Every chance they had, the boys worked out, sometimes at the boys club and sometimes at the gym. അപ്പോൾ അവർക്ക് എപ്പോഴൊരു ചാൻസ് കിട്ടിയാലും അവർ വർക്കൗട്ട് ചെയ്യും. ഒന്നെങ്കിൽ ബോയ്സിൻ്റെ ക്ലബ്ബ് പോയിട്ട് വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ജിമ്മിൽ പോകും. Early morning sunrisers would find them running along the East River Drive, wrapping in sweatshirt and short towels around their neck. അപ്പോൾ എപ്പോഴും രാവിലെ അവർ ഓടാൻ ഇറങ്ങും. അപ്പോൾ ഈസ്റ്റ് റിവർ സൈഡിൻ്റെ അലോങ് ആണ് അവർ ഓടാൻ ഇറങ്ങൽ. ഓടുന്ന ടൈമിൽ അവർ സ്വെറ്റ് ഷർട്ടും ഇട്ടിട്ടുണ്ടാവും, അതേപോലെ നെക്കിൻ്റെ അവിടെ ഒരു ടവലും ഉണ്ടാവും. While some youngsters were into street negatives, Antonio and Felix slept, ate, rapped and dreamt positive. അപ്പോൾ മറ്റുള്ള യങ്സ്റ്റേഴ്സൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ടൈമിൽ ആൻറ്റോണിയോയും ഫെലിക്സും നന്നായിട്ട് പോസിറ്റീവായിട്ടായിരുന്നു അവർ ചിന്തിക്കാറുണ്ടായിരുന്നത്. ബിറ്റ്വീൻ ദം ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസീൻസ് plus a scrapbook filled with tour tickets to every boxing matches they had ever attended and some clippings of their own. അപ്പോൾ അവരെടുത്ത് രണ്ടുപേരെടുത്തും എപ്പോഴും ഒരു മാഗസിൻ്റെ ബുക്ക് കളക്ഷൻസ് ഉണ്ട്, അതേപോലെ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാവാറുണ്ട്. ആ സ്ക്രാപ്പ് ബുക്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അവർ ബോക്സിങ്ങിന് പല മാച്ചസിനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളതിൻ്റെ കീറിയിട്ടുള്ള ടിക്കറ്റും അതേപോലെ അവരുടെ ഓൺ ഫോട്ടോസുമാണ് ആ സ്ക്രാപ്പ് ബുക്കിലുള്ളത്. Now, after a series of elimination bouts, they had been informed that they were to meet each other in the divisional final that was scheduled for the 7th of August, 2 weeks away. The winner to represent the boys club in the Golden Gloves Championship tournament. അപ്പോൾ ഈ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ ഇവർ അവസാന ഫൈനലിസ്റ്റായി. അതായത് ഓരോ ബോൾസ് എന്ന് വെച്ചാൽ ഓരോ മത്സരങ്ങൾ, ഓക്കെ, അങ്ങനെ ഓരോ മത്സരങ്ങളുടെ എലിമിനേഷൻസ് കഴിയുമ്പോൾ ഓരോ റൗണ്ട് കഴിഞ്ഞ് അവർ ഫൈനൽസിൽ എത്തിപ്പെട്ടു. ഏത് ഡേറ്റിലാണ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്? 7th of Augustലാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ 7th of Augustന് 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഈ ഡേറ്റ് പറയുന്ന ദിവസം മുതൽ 2 ആഴ്ചയും കൂടെ ഉള്ളൂ. അപ്പോൾ ആ 2 ആഴ്ച കഴിഞ്ഞാൽ ഇവർ ഈ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ രണ്ടുപേരും മത്സരിക്കാൻ ഫൈനലിസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The two boys continued to run together along the East River Drive, but even when jogging with each other, they both sensed a wall racing between them. അപ്പോൾ രണ്ടുപേരും പിന്നെ താഴ്ചയിലൊക്കെ കണ്ടിന്യൂ ചെയ്തു, അവരുടെ ജോഗിങ് രണ്ടുപേരും കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി അവരുടെ ഇടയിൽ എന്തോ ഒരു മതിൽ വരുന്ന പോലെ, ഒരു അകൽച്ച വരുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം രണ്ടാളും ഫൈനൽസിലെത്തിയവരാണ്. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് One morning, less than a week before their bout, they meet as usual for their daily workout. അങ്ങനെ അവരുടെ മത്സരത്തിന് ഒരാഴ്ച മുമ്പ് അവർ ഡെയിലി വർക്കൗട്ടിന് കണ്ടുമുട്ടി. Antonio gazed at Felix, who kept his eyes purposely straight ahead, pausing from time to time to do some fancy leg work while throwing on toes followed by uppercuts to an imaginary jaw. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടെങ്കിലും കാണാത്ത പോലെ നിൽക്കുകയാണ്. ഓക്കെ, ഓരോ ഫാൻസി വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആഫ്റ്റർ എ മൈൽ ഓർ സോ, ഫെലിക്സ് puffed and said,
Let's stop a while, bro. I think we both got something to say to each other. അങ്ങനെ ഫിലിക്സ് അതിന് തുടക്കമിടാണ്. ഫിലിക്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാണ്, നമുക്കൊന്ന് നിർത്താം ബ്രോ, നമുക്കെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ട്. Man, I don't know how to come out with it. Antonio helped. It's about our fight, right? അപ്പോൾ ആൻറ്റോണിയോ പറയാണ്, അതെ അത് ശരിയാണ്, നമുക്ക് എന്തോ പറയാനുണ്ട്, എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയുന്നില്ല. എന്നിട്ട് ആൻറ്റോണിയോ പറയാണ്, നമ്മൾ ഫൈറ്റിനെ കുറിച്ചല്ലേ, റൈറ്റ്, അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യാ റൈറ്റ്, ഫിലിക്സ് ഐ സ്ക്വീൻറ്റഡ് അറ്റ് ദ റൈസിങ് ഓറഞ്ച് സൺ. അപ്പോൾ ഈ പകൽ സമയമായതുകൊണ്ട് സൂര്യപ്രകാശം ഫിലിക്സിൻ്റെ കണ്ണിലടിക്കുമ്പോൾ അതിങ്ങനെ മാറ്റിക്കൊണ്ട് ഫിലിക്സ് യാ റൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഫിലിക്സ് പറയുന്നുണ്ട്. ഇൻ ഫാക്ട് സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മീ ആൻഡ് യു, ഐ ഹാവ് ബീൻ അവേക്ക് അറ്റ് നൈറ്റ് പുള്ളിങ് പഞ്ചസ് ഓൺ യു, ട്രൈങ് നോട്ട് ടു ഹേർട്ട് യു. അപ്പോൾ നമ്മൾ തമ്മിലാണല്ലോ ഇനി മത്സരം, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രികളിൽ. ഞാൻ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ നിന്നെ ഹേർട്ട് ചെയ്യാതെ പഞ്ച് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. സെയിം ഹിയർ, ഇറ്റ് ഈസൻ നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. അപ്പോൾ ആൻറ്റോണിയോ പറയാണ്, അതെ ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്കും കഴിയുന്നില്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ. ഐ മീൻ വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വോണ്ട് ടു വിൻ. നമ്മൾ രണ്ടുപേരും ഫൈറ്റേഴ്സാണ്, നമുക്ക് രണ്ടുപേർക്കും ജയിക്കണം. ബട്ട് ഓൺലി വൺ ഓഫ് അസ് ക്യാൻ വിൻ. പക്ഷെ നമുക്ക് ഒരാളിലല്ലേ വിജയിക്കുള്ളൂ. ദർ ആർ നോ ഡ്രോസ് ഇൻ ദി എലിമിനേഷനിൽ ഡ്രോ ഇട്ട് എടുക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല എന്ന് പറയാണ്. ഫിലിക്സ് ട്രാപ്ഡ് ആൻറ്റോണിയോസ് ജെന്റ്ലി ഓൺ ദി ഷോൾഡർ. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ ആം ബ്രാഗിങ് ബ്രോ. ബ്രാഗിങ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം. അപ്പോൾ ഫെലിക്സ് ആൻറ്റോണിയോന് ജെന്റ്ലി ഷോൾഡറിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് പറയാണ്, ഒരിക്കലും ഞാൻ പൊങ്ങച്ചം പറയാണെന്ന് വിചാരിക്കരുത്. ബട്ട് ഐ വോണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. എനിക്ക് തന്നെ ജയിക്കണം. Antonio nodded quietly. Yeah, we both know that in the ring the better man wins. അപ്പോൾ ആൻറ്റോണിയോ ഒന്ന് തല ആട്ടിയിട്ട് പറയാണ്, അതെ ശരിയാണ്, നമ്മൾ റിങ്ങിൽ കളിക്കാൻ തുടങ്ങുമ്പോൾ ആരാണോ ബെറ്റർ അവർ വിൻ ചെയ്യും. ഇറ്റ്സ് ഫെയർ ടോണി. അപ്പോൾ അതാണ് ഫെയർ എന്ന് പറയുന്നത്. അതായത് മത്സരത്തിൽ കളിക്കുമ്പോൾ ആരാണോ നമ്മളിതിൽ ബെറ്റർ അവരെന്തായാലും വിൻ ചെയ്യും. അപ്പോൾ അത് ഫെയർ ആണ്. വെൻ വി ഗെറ്റ് ഇൻ ടു ദി റിങ് ഇറ്റ്സ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. അപ്പോൾ നമ്മൾ റിങ്ങിക്ക്, അതായത് മത്സരത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ നെവർ മെറ്റ് ആയിട്ടുള്ളവരെ, അതായത് നമ്മൾ ഒരിക്കലും പരിചയമില്ലാത്തവരെ പോലെ ആയിരിക്കണം. നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ചേഴ്സ് that want the same thing and the only one can have it. അപ്പോൾ നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സിനെ പോലെ ആയിരിക്കണം, വിൻ ചെയ്യണം എന്ന് വിചാരമുള്ള തോട്ടുള്ള സ്ട്രേഞ്ചേഴ്സിനെ പോലെ ആയിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഐ നോ, ടോണി സ്മൈൽഡ്. ടോണി സ്മൈൽ ചെയ്തിട്ട് പറഞ്ഞു, എനിക്കറിയാം. നോ പുള്ളിങ് പഞ്ചസ്, വി ഗോ ഓൾ ദി വേ. അതായത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസ് സ്ലോ ആക്കിയ അങ്ങനത്തെ ഇതൊന്നും വേണ്ട, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ കളിക്കാം. യേ ദാറ്റ്സ് റൈറ്റ്. അതെ അത് ശരിയാണ്. ലിസൺ ടോണി, ഒന്ന് കേൾക്കൂ എന്ന് പറയാണ്. ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ഇഫ് വി ഡോണ്ട് സീ ഈച്ച് അതർ അൺടിൽ ദി ഡേ ഓഫ് ദി ഫൈറ്റ്. നമ്മളെ ഫൈറ്റിൻ്റെ ദിവസം വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരുന്നാൽ നല്ലതായിരിക്കില്ലേ എന്നുള്ളൊരു ഐഡിയ പറയാണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ആൻറ്റ് ലൂസി ഇൻ ദി ബ്രോൺസ്. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ആൻറ്റ് ലൂസിയുടെ കൂടെ താമസിക്കാൻ പോവാണ്. ടോണി സ്ക്രാച്ച്ഡ് ഹിസ് നോസ് പെൻസീവ്ലി. അപ്പോൾ ഇവിടെ ടോണി എന്ന് പറയുന്ന ആൻറ്റോണിയനെ ഷോർട്ടാക്കിയിട്ടോ ടോണി പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ടോണി മൂക്കൊന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് പറയാം, യാ ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് അങ്ങനെ മാറി നിൽക്കുന്നതാണെന്ന് ടോണിയും സമ്മതിച്ചു. ഹി ഹെൽഡ് ഔട്ട് ഹിസ് ആൻഡ് പാം അപ്വേർഡ് ഡീൽ. അങ്ങനെ അവർ കയ്യിൽ അടിക്കാൻ വേണ്ടിയിട്ട് പാമ്പ് ഇങ്ങനെ നിർത്തി കൊടുക്കില്ല, നമ്മൾ അടിക്കുന്ന പോലെ, ഹൈഫൈ ചെയ്യുന്ന പോലെ. ഡീൽ എന്ന് ചോദിക്കും. അപ്പോൾ ഫെലിക്സ് ഡീൽ ഫെലിക്സ് ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. അപ്പോൾ ഫെലിക്സ് ഡീൽ എന്ന് പറഞ്ഞിട്ട് സ്ലാപ്പ് ചെയ്തതാണ് ടോണിയുടെ കയ്യിൽ. റെഡി ഫോർ സം മോർ റണ്ണിങ്, ടോണി ആസ്ക്ഡ് ലേംലി. അപ്പോൾ ആന്റോണി ഫെലിക്സിനോട് ചോദിക്കുകയാണ്, ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി ഓടിയാലോ എന്ന് ടോണി ചോദിക്കുകയാണ്. നോ ബ്രോ, ലെറ്റ്സ് കട്ട് ഇറ്റ് ഹിയർ, യു ഗോ ഓൺ, ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗെദർ ഇൻ മൈ ഹെഡ്. അപ്പോൾ ഫെലിക്സ്
ആൻ്റോണിയോട് പറയാണ്, വേണ്ട, ഞാൻ ഇനി ഇവിടെ നിർത്താം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, എനിക്ക് കുറച്ച് ആക്ഷൻസ് എടുക്കാനുണ്ട് എന്നൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗെദർ ഇൻ മൈ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ്, യു ആർ ഇൻ വെറീഡ് ആർ യു, ടോണി ആസ്റ്റ്. അപ്പോൾ ആൻ്റോണി ചോദിക്കുകയാണ്, നീ വെറീഡ് ആണോ, നിനക്ക് ടെൻഷൻ ഉണ്ടോ, വെറീസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫെലിക്സിനോട്. നോ വേ മാൻ, ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. അപ്പോൾ ഫെലിക്സ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ്സ് കൂളർ ഇഫ് വി സ്പ്ലിറ്റ് റൈറ്റ് ഹിയർ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാണ് ഇപ്പം നല്ലത് എന്ന് ഫിലിക്സിന് തോന്നി എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ദ ഫൈറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ടുഗെദർ അഗെയിൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻഡ്. ഫൈറ്റിന് ശേഷം, മത്സരത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഇതേപോലെ പണ്ടത്തെ പോലെ തന്നെ നിൽക്കാം എന്ന് പറയുന്നുണ്ട്. ദ അമിഗോ ബ്രദേഴ്സ് were not ashamed to hug each other tightly. അപ്പോൾ ഫെലിക്സും ആൻ്റോണിയോയും ടൈറ്റായിട്ട് ഒരു ഹഗ് ചെയ്യാനൊരു മടിയും കാണിച്ചില്ല, കാരണം അവർ അത്രയും ബ്രദർഹുഡ് കീപ്പ് ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സാണ്. The evening before the big fight, Tony made his way to the roof of his building. അപ്പോൾ ഫൈറ്റിൻ്റെ അന്ന് ഈവനിങ്ങിൽ ടോണി എന്ത് ചെയ്തു, റൂഫിൻ്റെ മേലെ, ബിൽഡിങ്ങിൻ്റെ മേലെ ഒന്ന് പോയി നിന്നു. ഇൻ ദി ക്വൈറ്റ് ഏർലി ഡാർക്ക് ഹി പിയേർഡ് ഓവർ ദി ലിഡ്ജ്. അപ്പോൾ പിയേർഡ് ഓവർ ദി ലിഡ്ജ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് ആ എഡ്ജിലോട്ട്, ആ ഹൈറ്റിൻ്റെ എഡ്ജിലോട്ടൊന്ന് നോക്കി, അതിനാണ് പിയേർഡ് എന്ന് പറഞ്ഞാൽ നോക്കി. ഓക്കെ. He tried not to think of Felix, feeling he had succeeded in psyching his mind. അപ്പോൾ ഫിലിക്സിനെ കുറിച്ച് ആലോചിക്കാതെ ഇരിക്കാൻ ടോണി മനസ്സിനെ ധൈര്യപ്പെടുത്തുകയാണ്. എന്താ പറയുക, ഇപ്പോൾ സൈക്കിംഗ് എന്ന് വെച്ചാൽ മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ, അതായത് ഇത് ഇങ്ങനെ ആലോചനയിൽ വരികയാണ്, അപ്പോൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഓൺലി ഇൻ ദി റിംഗ് വുഡ് ഹി റിയലി നോ. അപ്പോൾ റിങ്ങിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ എന്താ സംഭവിക്കുക എന്നറിയുക എന്ന് പറയുന്നത്. ടു സ്പെയർ ഫിലിക്സ് ഹേർട്ട് ഹി വുഡ് ഹാവ് ടു നോക്ക് ഹിം ഔട്ട് ഏർലി ആൻഡ് ക്വിക്ക്. അപ്പോൾ ആൻ്റോണിക്ക് അറിയാം, ഫിലിക്സിനെ ഹേർട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ഒറ്റയടിക്ക് ഫിലിക്സിനെ വീഴ്ത്തണം. പാർട്ട് 1 നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി പാർട്ട് 2 നെക്സ്റ്റ് ഭാഗങ്ങളൊക്കെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയാം. നമ്മൾ അമിഗോ ബ്രദേഴ്സ് എന്നുള്ള സ്റ്റോറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആൻ്റോണിയ ക്രൂസിൻ്റെയും അതേപോലെ ഫിലിക്സ് വോഗാസിൻ്റെയും സ്റ്റോറിയാണ്. അവർ 17 വയസ്സുള്ള 2 ബോയ്സാണ്. അവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ്, ബ്രദേഴ്സിനെ പോലെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ്. അവർ രണ്ടുപേരും ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിസ്റ്റ് ആണ്. അപ്പോൾ ഇനി ഫൈനൽ കളിയിൽ രണ്ടുപേരും ഒപ്പോണൻ്റ് ആയിട്ട് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കോ ഇല്ലയോ, അവർ എങ്ങനെ ഇത് ടേക്കപ്പ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പാർട്ട് 2 കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് സൂൺ. അപ്പോൾ താങ്ക് യു ഓൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ല് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.